സമാനതകളില്ലാത്ത പോർമുഖം തുറന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിയമസഭയിൽ തുടങ്ങിയ ഉരസൽ വ്യക്തിഹത്യയുടെ വക്കിൽ നിന്നും രാഷ്ട്രീയ വെല്ലുവിളിയുടെ പരിധിയിലേക്ക് അങ്ങനെ വഴിമാറിയിരിക്കുകയാണ്. നിയമമണ്ഡലത്തെ ചൊല്ലിയാണ് തർക്ക വിതർക്കം. നിയമത്തെത്തി മത്സരിക്കാൻ വെല്ലുവിളി നടത്തി ഒരു മുഴം മുന്നേ എറിഞ്ഞ് പ്രതിപക്ഷത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് ശിവൻകുട്ടി. നിയമമണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം. BJP കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. 2016 തോൽവിയുടെ രുചിയറിഞ്ഞ ശിവൻകുട്ടി 2021 അതേ BJP അടിയറവ് പറയിച്ച് തിരിച്ചു പിടിച്ചതിന്റെ ഖ്യാതി കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പിന് 2 മാസം മുൻപ് പ്രതിപക്ഷ നേതാവിന് നേരെ നടത്തുന്ന ഈ വെല്ലുവിളിക്ക് അല്പം മൂർച്ചയുണ്ടെന്ന് സാരം പറഞ്ഞു വരുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് പ്രൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. നേമത്ത് ഡീൽ ഓർ നോ ഡീൽ, ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിയമമണ്ഡലത്തിൽ മത്സരിക്കണമെന്ന വെല്ലുവിളി അതേസമയം വി ഡി സതീശൻ ഏറ്റെടുക്കുന്നതേ ഇല്ല. കരുതലോടെയാണ് സതീശൻ ഇന്ന് പ്രതികരിച്ചത്. ആ വാക്കുകൾ കേൾക്കാം. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് AKG സെൻറ്ററിലിരുന്ന് ഒരാളുടെ നേതൃത്വത്തിലും ഇപ്പോൾ പറഞ്ഞ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ നേതൃത്വത്തിലും വ്യാപകമായിട്ട് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചരണങ്ങൾ നടത്തിയാണ്. ഇതിലൊന്നും ഞാൻ എഴുതില്ല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം. മുഖം തിരിച്ചുള്ള സതീശിന്റെ വെല്ലുവിളി അതേസമയം ഡീൽ എന്നാണ് ശിവൻകുട്ടി വിശേഷിപ്പിച്ചത്. നേമത്ത് BJP ജയിപ്പിക്കും, പകരം പറവൂരിൽ സതീശിനെയും എന്ന മറു ആരോപണവും ക്ഷണനേരം കൊണ്ട് ശിവൻകുട്ടി തുറുപ്പിച്ചിട്ടായി എറിഞ്ഞു. അയാൾ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശിവൻകുട്ടി വിവാദങ്ങൾക്ക് വെടിനിർത്തലും വൈകിട്ടോടി പ്രഖ്യാപിച്ചു. ആ വാക്കുകളിലേക്ക്. അയാളിപ്പോൾ ജയിച്ചു വന്ന പരവൂർ മണ്ഡലം എന്ന് പറയുന്നത് ജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പല കാര്യങ്ങൾ കൊണ്ട് എതിരായിട്ട് നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് UDF ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് BJP-യുമായിട്ടൊരു ഡീലുണ്ടാക്കിയിരിക്കുക. നിയമവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയിരിക്കുക. ആ ഡീല് അതിന് തെളിവൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒന്നും സോണിയാഗാന്ധിജിയെ മോശപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ്സിലുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ മതാമെന്ന് വിളിച്ചിട്ടില്ലേ അവരെ കോൺഗ്രസ് നേതാക്കന്മാർ? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും പരിഹസിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 2016 തിരഞ്ഞെടുപ്പിനിറങ്ങിയ വി ശിവൻകുട്ടി നേരിട്ടത് BJP-യുടെ പ്രബലനായ O രാജഗോപാലിനെ ആയിരുന്നു. പകരം UDF സ്ഥാനാർത്ഥി കരുത്തനല്ലാത്ത V സുരേന്ദ്രൻപിള്ളയായിരുന്നു എന്ന് ഓർക്കണം. BJP-ക്ക് അവിസ്മരണീയമായ വിജയമാണ് അന്നുണ്ടായത്. എന്നാൽ K മുരളീധരനെ പോലെ കരുത്തനായ സ്ഥാനാർത്ഥി 2021 കളത്തിലിറങ്ങിയപ്പോഴാണ് ശിവൻകുട്ടിക്ക് മികച്ച ജയത്തോടുകൂടി ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസിലെ കരുത്തൻ രംഗത്തിറങ്ങിയാൽ രാഷ്ട്രീയ ഗുണം വീണ്ടും കാക്ഷിക്കുന്നുണ്ട് ശിവൻകുട്ടി എന്ന സാരം. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവിന് തന്നെ BJP-യുമായി ഡീൽ എന്ന ആരോപണം ഉയർത്തിയതിലൂടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാവുന്ന ഒരു കഷ്ണം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് കൂടി അങ്ങനെ സൃഷ്ടിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. CPM നേതാക്കൾ ഏറ്റുപിടിക്കുമോ ശിവൻകുട്ടിയുടെ ഈ ആപ്തവാക്യം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ രാഷ്ട്രീയ വിശദാംശങ്ങൾ, രാഷ്ട്രീയ യുക്തിയടക്കം നമുക്ക് പരിശോധിക്കാം. വിശദമായി TS ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, അങ്ങനെ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് പുതിയൊരു നറേറ്റീവ് ഇട്ടുകൊടുക്കുന്നത് വി ശിവൻകുട്ടി. അതായത് നേമത്ത് മത്സരിക്കാൻ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി വി ഡി സതീശൻ ഏറ്റെടുക്കുന്നില്ല. അതിന് പിന്നിലുള്ളത് ഒരു BJP-യുമായുള്ള ഡീലാണ് എന്ന് ശിവൻകുട്ടി പറയുമ്പോൾ ഇത് ഏതൊക്കെ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കാനാണ് സാധ്യത? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? അപ്പോൾ പോർമുഖം കൂടുതൽ ശക്തമാവുകയാണോ ഹരി? വി ഡി സതീശനും വി ശിവൻകുട്ടിയും തമ്മിലുള്ള വാക്പോരുകൾക്ക് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു. വി ശിവൻകുട്ടി വി ഡി സതീശനെ നേമത്തേക്ക് മത്സരിക്കാൻ ക്ഷണിക്കുമ്പോൾ വി ഡി സതീശൻ അത് നിരസിക്കുകയാണ്. ചില പരിഹാസ വാചകങ്ങളിലൂടെയാണ് വി ഡി സതീശൻ അത് നിരസിക്കുന്നതെങ്കിലും വി ശിവൻകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അതായത് നേമത്തെ സംബന്ധിച്ചിടത്തോളം LDF-ന് വളരെ നിർണായകമായ ഒരു സീറ്റാണ്. BJP-യുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്. UDF-ന് അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതില്ല, അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് BJP-ക്ക് ഉണ്ടായിരുന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്തത് വി ശിവൻകുട്ടിയാണ്. അതിന് LDF-ന്റെ ഒരു ആളുകളുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ സംബന്ധിച്ച് ഒരു നല്ലൊരു സ്ഥാനാർത്ഥി, അതായത് ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് LDF വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP-ക്ക് അത് ഗുണം ചെയ്തു. അതായത് LDF-ന്റെ വോട്ടുകളെല്ലാം വീഴുകയും UDF-ന് കാര്യമായ വോട്ട് ലഭിക്കാതെയും ചെയ്തപ്പോൾ അത് BJP-ക്ക് NDA-ക്ക് ഗുണം ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് LDF രാജഗോപാൽ
NDA സ്ഥാനാർത്ഥി വിജയിച്ചത്, LDF പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ സ്ഥിതി മറിച്ചാണ്. വി ശിവൻകുട്ടിക്കെതിരെ UDF വേണ്ടി മത്സരിക്കാൻ വന്നത് K മുരളീധരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് K മുരളീധരൻ അത്യാവശ്യം നല്ല വോട്ട് പിടിക്കുകയും ചെയ്തു. അതിന്റെ ഗുണം LDF ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല LDF പാർട്ടി വോട്ടുകൾ മുഴുവൻ വീഴുകയും ചെയ്തപ്പോൾ NDA സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നേമം പോലൊരു മണ്ഡലം ഇത്തവണയും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് LDF ലക്ഷ്യം. വി ശിവൻകുട്ടിയാണ് അവിടെ മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ UDF ഒരു നല്ലൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ LDF ഹരികൃഷ്ണൻ വിശദീകരിച്ചതുപോലെ തന്നെ ഇത് രാഷ്ട്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിലൊക്കെ തന്നെ ഏറ്റെടുത്തേക്കാം. പ്രത്യേകിച്ച് നേമത്തേക്ക് ഇല്ല, മത്സരിക്കാൻ ഇല്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അതൊരു BJP ഡീലാണ് എന്ന് ശിവൻകുട്ടി പറഞ്ഞ സാഹചര്യത്തിൽ